അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ സുധിച്ചേട്ടന്റെ, ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ. പിന്നെ വിശ്വസം സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. ഇതേ സമയമായ നാണോ മാനോ അടുത്തൂടെ പോലും പോയിട്ടില്ലാത്ത ഇവര് എന്തോ പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ലെന്ന് ഈ ഒരു ഒറ്റ കാര്യത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായേ. ഞാൻ ഈ രേഷ്മി ചേച്ചിയുടെ കാര്യം അല്ലെങ്കിൽ അവന്റെ കാര്യമല്ല ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന ആ കൊച്ചിന്റെ കാര്യം, ഋതപ്പന്റെ കാര്യം. അതായത് എന്തോ ഒരു കഴിവുള്ളൊരു കൊച്ച, പാടാനായാലും അഭിനയിക്കാനായാലും നല്ല കഴിവുള്ളൊരു കൊച്ചാ. സുധിച്ചേട്ടന്റെ കഴിവ് അതേ കൂട്ട് കിട്ടിയ ആ ഒരു കൊച്ചിന്റെ ഉള്ള കഴിവും കൂടെ കളയുവാണ് ഈ രേഷ്മി ചേച്ചിയും അവന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട്. സത്യം പറഞ്ഞ് ഞാൻ എന്തോ പറഞ്ഞു നോക്കൂ. ആ കൊച്ചു കുറച്ചും കൂടെ വളർന്നു വന്നിട്ട് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് രേഷ്മി ചേച്ചിയുടെ കുറെ കോമാളിത്തരം. ആ കൊച്ചിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം. ഇതോട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് തന്ന് രേഷ്മി ചേച്ചി മൊത്തത്തിൽ എക്സ്പോസ് ചെയ്ത് കയ്യെ വെച്ച് തരാം. അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടം കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ നിർത്തിക്കോട്ടെ. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേഷ്മ പി തങ്കച്ചന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. ഇതേ കൂട്ടുള്ള കോമാളിത്തരവും കോപ്രായങ്ങളും മാത്രമാണ് ഈ രേഷ്മി ചേച്ചി കാട്ടിക്കൂട്ടിയിടുന്നത്. എന്നിട്ട് വന്ന് പറയുന്നത് ജനങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ പിൻപിലുണ്ട്, എന്റെ മുൻപിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവന്മാരെന്തോ പൊട്ടന്മാരാന്നോ. സത്യം പറഞ്ഞ് എന്തോ പറഞ്ഞു നോക്കുമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോണം. ഇതേ വീട്ടിലൊക്കെയുള്ള വിവരക്കേടാണ്. അതായത് നമ്മൾ ഇൻട്രൊഡക്ഷന് കേട്ടിട്ടുള്ള ഇതേപോലുള്ള വിവരക്കേടാണ് വന്ന് പറയുന്നത്. ആ ഋതപ്പിനെ പറ്റി ചിന്തിക്കുന്നില്ല, ആ കിച്ചുചേട്ടനെ പറ്റി ചിന്തിക്കുന്നില്ല, ആരെ പറ്റിയും ചിന്തിക്കുന്നില്ല. രേഷ്മി ചേച്ചിക്ക് എന്തോ കാണിച്ചിട്ടായാലും ഒരു കുഴപ്പമില്ല. കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ രേഷ്മി ചേച്ചി ഹാപ്പി. അതേകൂട്ട് തന്നെ ഫാമിലിയിലുള്ള പപ്പയാണെങ്കിലും കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ഹാപ്പി. അതുകൊണ്ട് തന്നെ രേഷ്മി ചേച്ചിക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നാണോ മാനോ അഭിമാനോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ചേച്ചി ഇതേപോലുള്ള വിവരക്കേട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കും. ചേച്ചിക്ക് ചിക്കിലി വന്നുകൊണ്ടിരിക്കും. ഇത് മാത്രമാണ് രേഷ്മി ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുറേ വിവരക്കേടുമായിട്ട് രേഷ്മി ചേച്ചി വന്നിട്ടുണ്ട്. ഫുള്ള് ഞാൻ പൊളിച്ചടിക്ക് ഇപ്പോൾ കയ്യെ വെച്ച് തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ. എന്തായാലും ആദ്യം തന്നെ രേഷ്മി ചേച്ചി ഈ ഒരു വിവരക്കേട് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. രേണുസുധീർ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി, ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. കേട്ടല്ലോ, അവരെടുത്ത് ചോദിക്കുന്നത്. അതായത് ചേച്ചിയുടെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തവരോട് ചേച്ചി ചോദിക്കുകയാണ്, നിനക്ക് നാണം ഉണ്ടോടാ, നീ നാണമില്ലാത്തവനാണെന്ന്. ഇതേ കമന്റ്, അതായത് നാണം ഉണ്ടോടാന്ന് ചോദിക്കുന്നിടത്ത് നാണം ഉണ്ടോടി എന്ന് കേൾക്കണമെങ്കിൽ രേഷ്മി ചേച്ചി നേരെ ചേച്ചിയുടെ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കി. ഇതിന്റെ അപ്പുറത്തെ തെരുവിളിയാണ് ചേച്ചിക്ക് കമന്റ് ബോക്സിൽ വരുന്നത്. അപ്പൊ പിന്നെ ചേച്ചി കാണിച്ച കോമാളത്തരോ വിവരക്കേടോ കോപ്രായങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് റിയാക്ട് ചെയ്തത് മാത്രമാണ് കുറ്റമായിട്ട് ചേച്ചി ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. കാരണം രേഷ്മി ചേച്ചി ഇവിടെ പറയുകയാണ്, ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ളതല്ല, ഞാൻ ലൈവ് ചെയ്തതാണ്. അത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇവരങ്ങ് പബ്ലിഷ് ചെയ്തിട്ട് ഇതിനകത്ത് റിയാക്ട് ചെയ്യുവാന്ന്. ചേച്ചിക്ക് പ്രൊമോഷൻ അല്ലേ വേണ്ടേ? എടുത്തോ പ്രൊമോഷൻ, എടുത്തോ. പ്രൊമോഷൻ കിട്ടിയാലും കുഴപ്പം, പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പം, റിയാക്ട് ചെയ്താലും കുഴപ്പം, റിയാക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പം. എന്തായാലും കൊള്ളാം കേട്ടോ. കോപ്രായം കാണിക്കുന്നത് രേഷ്മി ചേച്ചിയും പിന്നെ ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം മൊത്തം അവരുടെ തലയിൽ. നല്ല ചിന്താഗതി തന്നെ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും നെഗറ്റീവൊക്കെ രേഷ്മി ചേച്ചിക്ക് തന്നെ വന്ന് മറിയത്തുള്ളൂ. അത് എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ബാക്കിയും കൂടെ പറ. ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? ചേച്ചി പല പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നാറികളെ എന്ന് വിളിക്കുമ്പോൾ ചേച്ചി ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വിളിക്കണം. അതായത് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ നടക്കും. ഇത്രയും പല്ലിറുമ്പല് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആരും ഓർമ്മിപ്പിക്കാൻ കാണത്തില്ല. തങ്കച്ച പപ്പ പോലും ഓർമ്മിപ്പിക്കാൻ കാണത്തില്ല. ഞാൻ കാണും ചേച്ചി, ഞാൻ കാണും. ലക്ഷങ്ങളൊക്കെ ചിലവാക്കി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ അത്രയും കെയർ കൊടുക്കണം. ചുമ്മാ വന്നിരുന്നത് നാറികളെ എന്നൊക്കെ വിളിക്കുമ്പോഴേക്ക് പല്ലിന് അത് അത്രയും സ്ട്രെസ്സൊക്കെ കൊടുക്കും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ നിൽക്കണം കേട്ടോ. ഇനി അടുത്ത പോയിന്റിലോട്ട് വരാം. അതായത് രേഷ്മി ചേച്ചി പറയുകയാണ്, എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, നിങ്ങൾ കണ്ടില്ലയോ, അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്ന് അങ്ങനെ പറഞ്ഞ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വേനൽക്കാല സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ എല്ലാവരുടെയും ചുണ്ട് പൊട്ടും. അതത്രയും വിഷയമാക്കിയിട്ട് എൻ്റെ ചുണ്ട് പൊട്ടിയെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് ആരും പറയുന്നില്ല. ഈ ചേച്ചിക്ക് മാത്രം എന്തൊരു പ്രത്യേകത, ചേച്ചിക്ക് മാത്രം കൊമ്പുണ്ട്. അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ വന്ന് അത്രയും വിവാദം സൃഷ്ടിച്ച് അത് സൃഷ്ടിച്ചതൊന്നും ഒരു കുഴപ്പമില്ല. വന്ന് നടന്ന് റിയാക്ട് ചെയ്തത് മാത്രം പ്രശ്നം. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല അഭിപ്രായം. എന്തായാലും ബാക്കിയും കൂടെ പറ. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ
ആ ചേച്ചിയോട് ചോദിക്കാൻ വന്നാൽ നീ ആണെങ്കിൽ നീ എടുത്ത് ആ വീഡിയോ ഇനിയും എടുക്കുക, ഞാൻ ഇനിയും ലൈവ് ഇടും, ഞാൻ ഇനിയും ലൈവ് ഇടുവന്ന്. അതായത് വെല്ലുവിളിക്കുക. നീ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കടാ. ആൾക്കാരിലെ കുടുംബ വഴക്കൊക്കെ നടക്കുമ്പോൾ പറയുന്ന കൂട്ടാണ് രേഷ്മി ചേച്ചി പറഞ്ഞത്. നീ ആണെങ്കിൽ എൻ്റെ വീഡിയോ ഇനിയും എടുത്ത് അങ്ങ് റിയാക്ട് ചെയ്യ്. എന്നിട്ട് അവരെ പറഞ്ഞങ്ങ് എരി കയറ്റിയിട്ട് അവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നാണമുണ്ടോടെ നാരികളെ എന്ന് വിളിച്ചോണ്ട് വന്നിരുന്നത് റിയാക്ട് ചെയ്ത് അതിൽ നിന്നും കുറെ കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് വരാമല്ലോ. ഇത് തന്നെ രേഷ്മി ചേച്ചി ഉദ്ദേശിക്കുന്നത്. രേഷ്മി ചേച്ചി അപ്പൊ റിയാക്ഷൻ ചാനൽസിനെ വെച്ചാൽ കഞ്ഞി കുടിച്ചു പോകുന്നത്. നാടികൾക്ക് 40 തൊട്ടും ഒന്ന് പറയുന്നത് എന്നെ വെച്ച് കഞ്ഞി കുടിച്ചു പോകുന്ന നിനക്കൊക്കെ നാണമുണ്ടോടാന്ന്. അപ്പൊ ഞങ്ങളും ഇതേ ചോദ്യം ചോദിച്ചല്ലേ, റിയാക്ഷൻ ചാനലിനെ വെച്ച് കഞ്ഞി കുടിച്ചു രേഷ്മി ചേച്ചിക്ക് നാണമുണ്ടോന്ന്. അതേ കൂട്ടേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. രേഷ്മി ചേച്ചിയുടെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേൾപ്പിച്ചാലും നോക്കിക്കോ. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? പണ്ടേ പറയല്ലോ ഇപ്പോഴൊന്നും കൂടെ പറയുന്നത്. ഇപ്പൊ നിക്കർ ഇടാറില്ലായിരുന്നു, അങ്ങനെ ഒരു പേരിലായിരുന്നു. നിക്കർ ഇടാറില്ല. അല്ല, നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? അതൊന്നും പ്രശ്നമല്ലേ? എനിക്കെന്ത് പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. നിങ്ങൾക്കറിയാലോ കമന്റ് എന്തൊക്കെയാ വിളിക്കുന്നത്, ഇതൊക്കെ വിളിക്കുന്നില്ലേ? എനിക്കിഷ്ടം അതൊക്കെ കേൾക്കുന്നത്. ഹാപ്പിയാണ്. കേട്ടല്ലോ, ഇതൊക്കെ എത്ര നാൾ മുമ്പ് എടുത്തു വെച്ച സാധനങ്ങൾ അവന്മാര് റീച്ചിന് വേണ്ടി വീണ്ടും പിന്നെയും കയറ്റി ഇടുന്നതാണെന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലായി. ഇപ്പോൾ വന്നിട്ട് 13 മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇതിൽ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ രേഷ്മി ചേച്ചി അവിടെ പറയുന്നുണ്ട്, എന്നെ നിക്കർ വിധവയെന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എന്നെ ഓന്തെന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം സോ ഹാപ്പി. അതേകൂട്ട് തന്നെ എൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന തെറിവിളികളൊക്കെ നിങ്ങൾ കേൾക്കാറില്ലയോ എന്നൊക്കെ വരുന്ന ഇല്ലയോ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതായത് ഐ ആം ഹാപ്പി എന്നാണ് രേഷ്മി ചേച്ചി പറയുന്നത്. ഇതേ രേഷ്മി ചേച്ചി തന്നെയാണ് ഇന്നലെ വന്നിട്ട് ഒരു പടം എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം അറിയോ, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിയോ, അതായത് നിങ്ങളിങ്ങനെ പടം വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് എന്തോ ഒരു അപമാനമാണ് വരുന്നതെന്ന് അറിയോ, നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യല്ലേ കേട്ടോ, ഇറ്റ്സ് സോ ബാഡ്. എൻ്റെ പടം വരച്ചാണ്, പുറകിലൊരു എലിപ്പട്ടയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകി വന്ന രേഷ്മി ചേച്ചി ആണോ ഈ പറയുന്നതെന്നാ മനസ്സിലാവാത്ത. അതായത് ഡബിൾ സ്റ്റാൻഡിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതോ, ഒരു സൈഡിൽ വന്ന് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വേറൊരു കാര്യമായിരിക്കും രേഷ്മി ചേച്ചി പറയുന്നത്. ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കത്തില്ല. ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റാൻഡ് തന്നെ ആയിരിക്കും രേഷ്മി ചേച്ചിക്ക് ഒന്നുകൂടെ മാച്ചിങ്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇനിയിപ്പം ഭയങ്കര വിവാദങ്ങൾ മേടിച്ചു വെക്കാൻ വേണ്ടിയുള്ള രേഷ്മി ചേച്ചിയുടെ ഒരു ഡാൻസും കൂടെ വന്നിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാൻസിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ്. അതായത് തെറിവിളി വരുമെന്നറിയും. വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി ഇറക്കിയ ഡാൻസ് അല്ലേ, അപ്പൊ തെറിവിളി വന്നിരിക്കും. എന്തായാലും ആ ഒരു വീഡിയോ അങ്ങനെ കാണിച്ചു തരാം, നോക്കിക്കോ. ഇതൊക്കെ ഏത് സ്റ്റെപ്പാന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവത്ത. ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റെപ്പ്. ആ കൊച്ചിന്റെ അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഋതപ്പന്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കൂട്ട് തന്നെ ഇതേ കൂട്ടി വിവാദങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ഡാൻസ് സംഭവങ്ങളൊക്കെ ചേച്ചി പങ്കുവെക്കുമ്പോൾ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ കൊച്ചു വളർന്നു വന്നോണ്ടിരിക്കും. ആ കൊച്ചത്ത് കുറെ നാൾ കഴിയുമ്പോൾ ഇതേകൂട്ടുള്ള സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു കൊച്ചിന്റെ മാനസികാവസ്ഥ അതൊന്നും ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മറ്റുള്ള അമ്മമാരായാൽ പോലും സാധാരണ ഒരു അമ്മമാർ ആ ചേച്ചിയുടെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് കാരണം അവർക്ക് കൊണ്ട് ഇതേകൂട്ടുള്ള മക്കൾ, അവരുടെ മക്കൾ ഇതേകൂട്ടി നടന്നു കഴിഞ്ഞുള്ള അവസ്ഥ അവർക്ക് മനസ്സിലാവും. ആ കൊച്ചിന്റെ കാര്യം പോലും ആലോചിക്കാതെ ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന രേഷ്മി ചേച്ചി കൊച്ചിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലെന്നാണ് ആൾക്കാർ വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് അയക്കുന്നത്. ആ കമന്റ് ഒന്നും പ്രശ്നമില്ല. എനിക്ക് കാശ് മാത്രം മതി മുഖ്യം, കാശ് മുഖ്യം ബിഗിലെ എന്ന് ആൾക്കാർ പറയുന്നത് കൂട്ട് തന്നെ ചേച്ചിക്ക് കാശ് മുഖ്യം ബിഗിലെ. ഇത് തന്നെയാണ് തേങ്ങമത്തരിച്ചാൽ താള് തന്നെ കറി. ഇതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് രേഷ്മി ചേച്ചി. എല്ലാവർക്കും കാശ് മാത്രം മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ. ഇതിനകത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്തോ പറയുന്നത്, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മി ചേച്ചി കേൾക്കത്തില്ല. രേഷ്മി ചേച്ചിയുടെ വഴി തനി വഴി എന്നല്ലേ പറയുന്നത്. ഇതേകൂട്ട് തന്നെയാണ് സബ്സ്ക്രിപ്ഷന് ചേച്ചി കാണിച്ചു വെക്കുന്ന
കാണിക്കുന്ന വിവരക്കേടുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല നെഗറ്റീവായിട്ടാണ് ബാധിക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രൊമോഷനും ആൽബോസും സംഭവങ്ങളൊക്കെ കിട്ടുന്ന രേഷ്മ ചേച്ചിക്ക് നല്ല വരുമാനമുള്ളപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിൽ വന്ന് ഇങ്ങനത്തെ വിവരക്കേട് കാണിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. എൻ്റെ വീഡിയോ കൂടുതലായിട്ട് അമ്മമാരല്ലേ കാണുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മമാർ ഓരോരുത്തരും ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോ ചെയ്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടണിൽ ഞെക്കൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബെല്ലിലോട്ട് വെച്ചൊക്കെ വീഡിയോ ഹൈപ്പും ചെയ്തൊക്കെ. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാൻ പറ്റും. നല്ലൊരു ടോപ്പിക്കായിട്ടാണ് നേരെ എല്ലാവർക്കും മുമ്പായി.